ഓണററി വർദ്ധിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഇൻസെന്റീവ് കൂട്ടണമെന്നല്ല. അപ്പൊ അതിനുവേണ്ടി മന്ത്രി ഡൽഹിക്ക് പോകണമെന്നുള്ളതാണ്. വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതിയാ രാഷ്ട്രീയം മനസ്സിലാക്കാൻ. 2005-2006 കേന്ദ്ര സ്കീമിൽ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ ഓണററി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സാണ് ഈ സമരത്തിൻ്റെ എന്നുള്ളതാണല്ലോ. ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി, അങ്ങ് ഡൽഹിയിൽ പോയി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. അത് SUCI അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ. 26,125 ആശമാർ സംസ്ഥാനത്തുണ്ട്. അതിൽ മൊത്തം കണക്കുകൾ എടുക്കുമ്പോൾ 400-450 പേരാണ് പരമാവധി. ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാലും 400-450 പേരാണ് ഉള്ളത്. ഇതാണ് ഒരു നിസ്സഹരണത്തിലുള്ളത്. ബാക്കി 25,600 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട്. അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സ്കീം വർക്കേഴ്സിനെ കേന്ദ്രം ചേർത്ത് പിടിക്കാത്തപ്പോഴും സംസ്ഥാനം തന്നെയാണ് ചേർത്ത് പിടിച്ച് മുന്നോട്ട്. ഓണറേറിയം സ്റ്റേറ്റ് മാത്രം കൊടുക്കുന്നതും ഇൻസെൻറ്റീവ് കേന്ദ്രവും സ്റ്റേറ്റും കൂടെ കൊടുക്കുന്നതാണ് 60-40 ആണ്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് 3,000 രൂപ. ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് 3,000 രൂപയാകുമ്പോൾ 10,000 രൂപ. ഫീൽഡിൽ പോകുന്ന ഒരാശയ്ക്ക് ഒരു 1-2-3 ദിവസം പോയാൽ പോലും ഈ 10,000 രൂപ ഉറപ്പാണ്. ആ 10,000 രൂപയിൽ സംസ്ഥാനം കൊടുക്കുന്നത് എത്രയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കണം. 7,000 രൂപ ഓണറേറിയം പ്ലസ് 1,400 രൂപ ഇൻസെൻറ്റീവ് 3,000 രൂപയിൽ 40% സംസ്ഥാനം, 1,400 രൂപ 8,400 രൂപ. ഇനി 13,000 രൂപ കിട്ടുന്ന ഒരു ആശയ്ക്ക് അതിൻ്റെ കൂടെ ഒരു 1,400 രൂപ കൂടി ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തുകയാണ് ഏതാണ്ട് 10,000-നടുത്ത് രൂപ. 13,000 രൂപ കിട്ടുന്ന ഒരു ആശയ്ക്ക് 10,000-നടുത്ത് രൂപ നൽകുന്നത് സ്റ്റേറ്റ് മാത്രമാണ്. അപ്പോൾ ജനുവരിയിലെ കണക്കും ഞാൻ പറഞ്ഞിരുന്നു. അതായത് 89.98% ആശമാർക്കും 10,000-നും 13,000-നും ഇടയിൽ അവർക്ക് ഒരു മാസം ഓണററിയുമായിട്ടും ഇൻസെൻറ്റീവായിട്ടും ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഫീൽഡിൽ ഇല്ലാത്തതായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിൽ ഈ സമരത്തിലുള്ളവരുമുണ്ട്. അതൊരു 400-450 പേര്, 26,125 പേര്. ബാക്കി 25,600 പേരും ഫീൽഡിലുള്ളവരാണ്. ഇപ്പം നമ്മൾ ഈ ഒരാഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം നമ്മൾ ട്രെയിനിങ് നൽകുകയാണ്. ആ ട്രെയിനിങ്ങിൽ ഇന്നലെ വരെ പങ്കെടുക്കേണ്ടിയിരുന്നത് 17,190 ആശമാരാണ്. അതിൽ ആ ട്രെയിനിങ്ങിൽ 17,190 പേരിൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ ഇരുന്നത് 650 പേര്. ആ 650 പേരിൽ മെറ്റേണിറ്റി ലീവിലുള്ളവരുണ്ട്. ആ 650 പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റോ മറ്റോ പറ്റി കിടപ്പിലായിട്ടുള്ളവരുണ്ട്. ആ കാരണങ്ങളാൽ പേഴ്സണൽ കാര്യങ്ങളാൽ ട്രെയിനിങ്ങിന് വരാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് ട്രെയിനിങ് പിന്നീട് കൊടുക്കും. ഈ 2 ദിവസം കൂടെ ബാക്കി 9,000 പേർക്ക് കൂടി കൊടുക്കുന്നുണ്ട്. കോഴിക്കോടും തൃശ്ശൂരിൻ്റെയും വിവിധ മേഖലയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഈ പറഞ്ഞ സംഘടനയാണല്ലോ. അപ്പോൾ അതിൽ ഇത്ര പേരാണ് അതിലുള്ളത്. ബഹുഭൂരിപക്ഷം ആശമാരും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ്. ഈ സർക്കാരാണത് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ട്രെയിനിങ് അല്ല, എത്രയോ ട്രെയിനിങ്ങുകൾ ആശമാർക്ക് നിരന്തരമായ ട്രെയിനിങ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് മാധ്യമങ്ങളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ SUCIയുടെയൊക്കെ വ്യാഖ്യാനമായിരിക്കും. അതിനൊന്നും പ്രതികരിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. അതൊന്നും പ്രതികരണം അർഹിക്കുന്നതല്ല. കാരണം ആദ്യത്തെ ട്രെയിനിങ് ആണെങ്കിൽ ശരി, ഓക്കെ, ആശമാർക്ക് സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു ട്രെയിനിങ് നടക്കുന്നെങ്കിൽ ഓക്കെ, അതങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതൊന്നും പ്രതികരണം അർഹിക്കാത്ത